ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളായിരുന്നു സിൽവർ ക്ലൗഡിൻ്റെ ഒരു വീഡിയോ. അത് പർപ്പൂർ സിൽവർ ക്ലൗഡിൻ്റെ അകത്തത്തെ ഒരു വീഡിയോസ്. അത് ഞാൻ പകലായിരുന്നു ഫുൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് പാവട്ടിയിലത്തെ കുറച്ച് കച്ചവടക്കാരായിട്ട് ഞങ്ങൾ വീണ്ടും സിൽവർ ക്ലൗഡിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങൾ രാത്രിയിൽ സ്റ്റേ ചെയ്തിട്ട് അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് ഞങ്ങൾ അവിടെ വന്നിരുന്ന പാടത്ത് നിറയെ കുക്കുകളുണ്ടായിരുന്നു. അവരൊക്കെ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ നേരെ കിച്ചണിലേക്ക് പോയി. ഞങ്ങൾ കുറച്ച് ആർക്കക്കറിയും കപ്പിയും കുറച്ച് മാങ്ങാച്ചാറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ചൂടാക്കി നേരെ പൂളിൻ്റെ അവിടേക്ക് കൊണ്ടുപോകുന്നു. ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഒരു അയിലൊക്കെ വെട്ടിയിട്ടിട്ട് അയിലൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി ഇരുന്നു. ഞാൻ പൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒരു എമു പക്ഷീനെ അവിടെ ഞാൻ കണ്ടത്. ആ സൈഡിലായിട്ട് ഒരു എമുവിനെ ഒരു ചെറിയൊരു കൂട്ടിലെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു. വീണ്ടും ഞാൻ തിരിച്ച് പൂളിൻ്റെ അവിടേക്ക് വന്നപ്പോൾ അവർ ഭക്ഷണമൊക്കെ നന്നായി അടിച്ച് പൊളിച്ച് കഴിച്ചു തുടങ്ങുന്ന ഇലയിലൊക്കെ പൊറോട്ടയും മീനും അറക്കക്കറിയും കപ്പയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. വെച്ചാൽ ഞങ്ങളിപ്പോൾ 4-5 ഫ്രണ്ട്സ് ഇപ്പോൾ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവർ കച്ചവടക്കാരാണ്. അവരൊരു 6 മണി 7 മണി 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ ഓരോരുത്തരായിട്ട് വരാൻ ഞങ്ങൾ പാവർട്ടിയിൽ തൊട്ടടുത്താണ് ഈ പർപ്പൂര് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നവർ ഫ്രീ ഉള്ളവരെ ഏറ്റാദ്യം ആ റിസോർട്ടിലേക്ക് പോകുന്നു മാത്രം. അങ്ങനെ ഞാനും പതുക്കെ വെള്ളത്തിലേക്ക് ചാടി. അങ്ങനെ എൻ്റെ വീഡിയോസൊക്കെ അങ്ങനെ എടുത്തു. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആണ് കേട്ടോ അവിടെ. നമുക്ക് വെള്ളത്തിന് വലിയ തണുപ്പൊന്നുമില്ല. നല്ല ചൂടുവെള്ളം പോലത്തെ ഫീലിംഗ് ഒക്കെയാണ്. അധികം ക്ലോറിനേറ്റഡ് അല്ല. നല്ലൊരു ഫീലിംഗ്. നമുക്ക് പാടം നോക്കി ആസ്വദിച്ച് കുളിക്കാൻ പറ്റും. ഒപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാം. നമുക്ക് ചില പൂളുകളുടെ അടുത്തേക്ക് ഭക്ഷണം കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ പറയും. ഇവിടെ അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമുക്ക് ഭക്ഷണമൊക്കെ പൂളിനടുത്തേക്ക് കൊണ്ടുപോകാം, കഴിക്കാം. പക്ഷെ അധികം പൂളിലേക്ക് ആക്കരുത് മാത്രം. അത് നമ്മൾ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ഓരോ ഫ്രണ്ട്സുകൾ രാത്രിയാകുമ്പോൾ തോറും ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് രാത്രിയിലേക്കുള്ള ഭക്ഷണമൊക്കെ അവരാണ് കൊണ്ടുവന്നത്. നെയ്ച്ചോറ്, ഒത്തിറച്ചി, ചിക്കൻ, അങ്ങനത്തെ ഓരോ ഭാഗങ്ങളാക്കിയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓരോരുത്തരായിട്ട് അങ്ങനെ കൊണ്ടുവന്നു. ഇരുട്ടായി. ഞങ്ങളുടെ ഓരോ ഫ്രണ്ട്സ് ഇങ്ങനെ വന്ന് വെള്ളത്തിലേക്ക് ചാടുന്നു. ആള് പടക്കം കൊണ്ടുവന്നേക്കുന്നത്. പടക്കമല്ല, രാത്രി പൂത്തിരിയൊക്കെ ആയിട്ട് രാത്രി കത്തിക്കാൻ വേണ്ടിയിട്ട്. ജിംസാറ്റൻ കുറച്ച് ഫുഡും കാര്യങ്ങളായിട്ട് വന്ന ആള്. അങ്ങനെ ഞങ്ങൾ രാത്രി എല്ലാവരും വരുന്നവരെ പൂളിലേക്ക് എടുത്ത് ചാടുമായിരുന്നു. അങ്ങനെ അടിച്ച് പൊളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ. ഈ പൂളിന് അധികം ആഴമൊന്നുമില്ല. മാക്സിമം 6 അടി ആണ് ഇതിൻ്റെ ഏറ്റവും ആഴമുള്ള ഭാഗം വരുന്നത്. പിന്നെ 5 അടി തൊട്ട് 5 തൊട്ട് 6 അടി വരെയാണ് ഇതിൻ്റെ ആഴം വരുന്നത്. വരുന്നവർ ഇങ്ങനെ ചാടുക, അത് നല്ല വീഡിയോ എടുക്കുക, നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങളവിടെ ഒരു സ്പീക്കറും മൈക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് കുളിക്കും, അപ്പം ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാൻ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഈ റിസോർട്ടിനകത്ത് കല്യാണം പാർട്ടികളൊക്കെ നടത്താൻ പറ്റുന്ന ഒരു പാർട്ടിയാണ്. നേരെ കാണുന്ന സ്ഥലത്ത് ഒരു ഹാളാണ്. അത് ഞങ്ങൾ പോയത് ശനിയാഴ്ചയാണ്. ഞായറാഴ്ച ഈവനിങ്ങിൽ അവിടെ ഒരു കല്യാണ പാർട്ടി ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങളെല്ലാവരും കൂടി എത്തി. അപ്പോൾ ഒരു വീഡിയോ എടുത്തതാണത്. ഞങ്ങളൊക്കെ പാവർട്ടിയിലത്തെ കച്ചവടക്കാരാണ്. അപ്പോൾ എല്ലാവരും രാത്രി ഒരു 10 മണി ആയിട്ടുണ്ടാവും ഈ സമയം. എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള എടുക്കാൻ സെറ്റപ്പായി. അപ്പം ഞങ്ങൾ ആ റിസോർട്ടിൻ്റെ ചുറ്റും അവിടെ ഈ മാല ബൾബൊക്കെ ഇട്ട് അതിമനോഹരമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രിയിലെ അതിമനോഹരമായിട്ടുള്ള ഭാഗമാണെന്നത്. അതൊരു കാട്ടിലും മൊത്തം മാല ബൾബ് ഇട്ട് എങ്ങനെയിരിക്കും, ആ ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഞാൻ കണ്ടത്. ഇത് നമുക്ക് രാത്രി കല്യാണമൊക്കെ നടത്തുമ്പോൾ ഇവിടെയൊക്കെ പാർട്ടിയൊക്കെ നടത്താം. അങ്ങനെ പല സ്ഥലങ്ങൾ വർത്താനം പറഞ്ഞ് നടക്കാം. നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം തന്നെയാണ് ഇത്. നമ്മൾ കൊടുക്കുന്ന പൈസ എന്തായാലും മുതലാവും. അത്രയും നല്ലൊരു ഏരിയ ആണിത്. അങ്ങനെ ഞാൻ കുറേ നടന്ന് നമ്മുടെ പണ്ടത്തെ എമുവിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി. അവള് പക്ഷി കിടന്നുറങ്ങിയ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ആളവിടെ ഉണ്ട്. ആളവിടെ ഇരുന്ന് ഉറക്കത്തിലേക്കുള്ള ഒരു തത്രപ്പാടിലാണ്, ഇരിക്കുകയാണ് ആള്. അപ്പോൾ അതിനൊക്കെ കണ്ട് ഒരു വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചു വരുമ്പോഴേക്കും അവിടെ നമ്മുടെ പിള്ളേര് രാത്രി പൂത്തിലേക്ക് കത്തിച്ചു തുടങ്ങി. അപ്പോൾ ഭക്ഷണത്തെ എല്ലാവരും പൂളിൽ നിന്ന് കയറി
കമ്പിത്തിരിയൊക്കെ കത്തിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ നേരെ അവർ വീഡിയോ എടുക്കാനായിട്ട് പോകുന്നു. ഇപ്പോൾ വെച്ചാൽ നേരത്തെ ഞാൻ പൂളിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ ലെൻസിനകത്തേക്ക് ചെറുതായിട്ട് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. വെച്ചാൽ ലെൻസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിന് ചെറിയൊരു ക്രാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കൂടെ ചെറിയ വെള്ളം കയറിയ കാരണം കൊണ്ട് ശ്രദ്ധിച്ചില്ല. ഇനി എടുക്കുന്ന വീഡിയോസൊക്കെ കുറേ ഒരു ബ്ലർ പോലെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ വെള്ളം കയറിയെന്ന്. അപ്പോൾ തന്നെ ആ ലെൻസ് പ്രൊട്ടക്ടർ എടുത്ത് ഞാൻ മാറ്റി. അപ്പോൾ പിന്നീടുള്ള വീഡിയോസൊക്കെ പെർഫെക്റ്റായി. അപ്പോൾ ഞാൻ വീണ്ടും അവരുടെ അടുത്തേക്ക് പോവാണ്, പൂത്തിരി കത്തിക്കണത്തേക്ക് ഇട്ടാ. എല്ലാവരും നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചൊരു പെരുന്നാളിനെ ആഘോഷിക്കുന്ന പോലെ എല്ലാവരും പൂത്തിരി കത്തിക്കുമായിരുന്നു. തിരിച്ചു വരുമ്പോൾ വീണ്ടും ആ വീഡിയോസ് എടുക്കാനായിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് ഈ വീഡിയോ കിട്ടില്ലല്ലോ നമുക്ക്. ഇത്രയും നല്ല ആംബിയൻസ് ഇനി നമുക്ക് വേറെ ഓരോരുത്തർ കല്യാണത്തിന് പോകുമ്പോൾ അത് കിട്ടുള്ളൂ. ഇത് ഞങ്ങൾ 15 ആൾക്കാർ റിസോർട്ട് മൊത്തം ബുക്ക് ചെയ്തേക്കായിരുന്നു അന്നത്തേക്ക്. അപ്പോൾ അവർ രാത്രിയൊക്കെ കത്തിച്ചു തുടങ്ങി. ഞാനും പറഞ്ഞില്ല ബ്ലർ വരണത്, ഇതാണ് ആ ബ്ലർ വരണത്. വെള്ളം ഇച്ചിരി കയറിയിട്ടുണ്ടായിരുന്നു ലെൻസിലെ പ്രൊട്ടക്ടറിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുത്തു. ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലായത് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയെന്ന്. ഏകദേശം ഒരു 10:30 സമയമായിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ചു തുടങ്ങി ചിലർ കേട്ടോ. അതുപോലെ വിശക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കാമല്ലോ. ഇപ്പോൾ വേണേലും ഭക്ഷണം കഴിക്കാമല്ലോ, ചൂടുള്ള ഭക്ഷണം ഇപ്പോൾ തന്നെ കഴിക്കാമല്ലോ. ജിംസേട്ടൻ ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഇവരിങ്ങനെ കത്തിച്ച് ഇങ്ങനെ അർമാദിച്ചോണ്ടിരിക്കുക. പിന്നെ എനിക്കത് ഇവരെ വീഡിയോസ് എടുക്കണില്ല, കാരണം എനിക്കൊന്നും ഇതൊന്നും കത്തിക്കാൻ പറ്റിയിട്ടില്ല. ഒരു പപ്പടം വറുത്തുണ്ടാകുന്ന കുറച്ച് പപ്പടമൊക്കെ വറുത്ത് കഴിക്കുന്നു. അതാണ് പിന്നെ എല്ലാവരും വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തോ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക അവരുണ്ടാവും. നല്ലൊരു ആംബിയൻസിൽ ഒരു സ്ഥലം തന്നെയാണിത്. ഇവിടേക്ക് ഞങ്ങൾ അമ്മിട്ട് പൊട്ടിക്കാനും ഉദ്ദേശിച്ചായിരുന്നു, ഒരു 10 അമ്മിട്ട്. പക്ഷേ റിസോർട്ടിൻ്റെ ആൾക്കാർ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു ഇത് ബാക്കിയുള്ള തൊട്ടപ്പുറത്തെ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരും, ആ കാരണം കൊണ്ട് ഞങ്ങൾ അമ്മിട്ടിലേക്ക് ഒഴിവാക്കി. രാത്രി പൂത്തിരി മാത്രമായിട്ട് ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്തു. ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭക്ഷണത്തിലേക്ക് കയറി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു സെറ്റായപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് ചെസ്സ് കളിക്കുന്നൊരു മോഹം വന്നത്. ഞങ്ങൾ ചെസ് ബോർഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ചെസ്സ് കളി ഒരു സൈഡിൽ തുടങ്ങിയതിന് ശേഷം, ഭക്ഷണം കഴിച്ചതിന് ശേഷം. പിന്നെ അധികം പൂത്തിരിയും മത്തപ്പൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. ഒരു 10-500 രൂപയ്ക്ക് മാത്രമേ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഭക്ഷണത്തിലേക്ക് കയറി. ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റായിട്ട് ഞങ്ങൾ പതുക്കെ ചീട്ടുകളിയും അതുപോലെ തന്നെ ചെസ്സ് കളിക്കാനൊക്കെ ആയിട്ട് മാറിപ്പോയി. അപ്പോൾ 1-2 ടീം അവർ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒരു ടാറ്റ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർ 2 പേരും വീട്ടിൽ പോയി. ഇവിടെ വെച്ചാൽ വലിയ തണുപ്പെന്ന് പറയാൻ മാത്രമൊന്നുമില്ല കേട്ടോ. ഒരു സാധാ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യാൻ മാത്രമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ പിള്ളേരായിട്ട് ചെസ്സ് കളിക്കാനായിട്ട് പോയി. 2 പേരും ചെസ്സ് കളിച്ചു കൊടുത്തു. 2 ടീമായിട്ട് നിന്ന് കളിച്ചു. ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് ഒരാൾ ജയിച്ചു. പിന്നെ അവിടെ ചെറിയതായിട്ട് കൊതുകിൻ്റെ ശല്യമില്ല, കാരണം കൊണ്ട് ഞങ്ങൾ ചെറിയ ചന്ദനത്തിരി പോലത്തെ ഗുഡ്നൈറ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കത്തിച്ച് വെച്ചിട്ട് ഞങ്ങൾ കൊതുകിൻ്റെ ശല്യത്തിൽ നിന്ന് കുറച്ച് മാറി. കാരണം വെച്ചാൽ തൊട്ടപ്പുറത്ത് പാടാണല്ലോ, പാടത്തുനിന്ന് അങ്ങനെ വെള്ളം കെട്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവാം കൊതുകിന് ചെറിയ ശല്യം ഉണ്ടായിരുന്നു. അങ്ങനെ കൊതുകുതിരി പോലത്തെ സാധനം കത്തിച്ച് വെച്ചു. ഞങ്ങൾ പുറത്ത് അങ്ങനെ ഒരു ചെസ്സും കളിച്ചു. ചെസ്സ് കളിച്ചതിന് ശേഷം കുറച്ച് ചീട്ട് കളിച്ചു. ചീട്ട് കളിക്കാൻ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല, എനിക്ക് ഉറക്കം വന്നു. ഞാൻ നേരെ ഉറങ്ങാൻ കയറി. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ വീണ്ടും പൂളിലേക്ക് വന്ന് ചാടി. കാലത്ത് അവിടെ വാഷിങ് പല്ലിയപ്പം കാര്യങ്ങളും കഴിഞ്ഞിട്ട് നേരെ പൂളിലേക്ക് ചാടി. അപ്പോഴേക്കും അവരുടെ അപ്പുറത്ത് കല്യാണത്തിൻ്റെ ആൾക്കാർ കസാരി മാസിങ് ഒക്കെ എടുത്തുകൊണ്ട് അവിടുത്തെ അലങ്കരിക്കാനൊക്കെ തുടങ്ങി. അവിടുത്തെ കല്യാണ മണ്ഡപം ഈ ബാക്കിലെ പെൺകുട്ടികളൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവിടുത്തെ അലങ്കരിക്കാനുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ വന്ന് ലാസ്റ്റ് ഞങ്ങൾക്ക് അവിടെ പിന്നെ അധികം നിൽക്കാൻ തോന്നി. ഞങ്ങൾക്ക് 10 മണി വരെയാണ് പെർമിഷൻ. അതായത് 3 മണി തൊട്ട് തലേദിവസം 3 മണി തൊട്ട് പിറ്റേ ദിവസം 10 മണി വരെ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പാക്കിംഗ് സെക്ഷനിലേക്ക് മാറി. എല്ലാവരും പാക്ക് ചെയ്ത് തുടങ്ങി. പാക്ക് ചെയ്തവരൊക്കെ
കാറിന്റെ അവിടേക്ക് വന്ന സാധനങ്ങളൊക്കെ കാറിൽ കയറ്റി. അപ്പോഴാണ് അപ്പുറത്ത് ഞാൻ ഒരു സ്ഥലം ശ്രദ്ധിച്ചത്. ഒരു ചെറിയ കാടിന്റെ പ്രതീതിയുള്ള സ്ഥലം, ഒരു കല്ലിന്റെ മേലെ കല്ലൊക്കെ കയറ്റി വെച്ചിട്ടുള്ള ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം തന്നെയാണ്. ഇതും അവർക്കൊരു റിസോർട്ടല്ല, മാലബൾബൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റാവുന്ന സ്ഥലങ്ങളാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ ചെയ്യുമായിരിക്കും. ഇവിടെ ചെറിയ അപ്പുറത്തൊക്കെ റിസോർട്ട് പോലത്തെ പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടേക്കും നല്ല വ്യൂസ് കിട്ടും. അപ്പൊ അതൊക്കെ വീഡിയോ എടുത്ത് നല്ല ഇങ്ങനെ മാറ്റി. ഈ കല്ലൊക്കെ കാണുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയിട്ടാ. അത്രയധികം മനോഹരമായിട്ടുള്ള അവര് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അപ്പോഴേക്ക് നമ്മുടെ കാർ അവിടെ പതുക്കെ ചലിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ നേരെ തിരിച്ചു. ഈ വീഡിയോസ് ഇവിടുത്തെ ഭാഗം ഞങ്ങൾക്ക് കുറച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇവരവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അവിടേക്കുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ കാർ പതുക്കെ തുടങ്ങി. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഒരു നല്ല വീഡിയോയിലേക്ക് കാണാം. അപ്പൊ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ, ടേക്ക് കെയർ.